ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 20 ശ്ലോകം 6. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അദോ ദുഹന്നാത്മരതാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ശിരീശോ ഭരതോഗ്രജന്മാ. അനന്തരം അങ്ങ് യോഗശക്തിയാൽ ജയിക്കപ്പെട്ട ഇന്ദ്രനാൽ നൽകപ്പെട്ട സുന്ദരിയായ ജയന്തിയെ വിവാഹം ചെയ്തിട്ട് പരമാത്മാവിൽ ശക്തിയുള്ള അന്ധകരണത്തോടു കൂടിയവനെങ്കിലും അവളിൽ 100 പുത്രന്മാരെ ജനിപ്പിച്ചു. ആ പുത്രന്മാരിൽ ഭരതൻ എന്ന രാജാവ് ജ്യേഷ്ഠപുത്രനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണം മൂലമാണ് അജനാഭം എന്ന ഭൂഖണ്ഡത്തിൽ നിന്ന് ഭാരതവർഷം എന്ന പേര് ലഭിച്ചത്. ഇദ്ദേഹം 3ാമത്തെ ജന്മത്തിലാണ് ജഡഭരതൻ എന്ന പ്രസിദ്ധനായ അവധൂതനായി ജീവിച്ചത്. അപ്പൊ ഭഗവാൻ ഇന്ദ്രൻ നൽകിയ ജയന്തി എന്ന സുന്ദരിയെ ഋഷഭ കല്യാണം കഴിക്കുകയും അതില് 100 പുത്രന്മാരുണ്ടാവുകയും ചെയ്തു. അതിൽ ഏറ്റവും മൂത്ത പുത്രനായിരുന്നു ഭരതൻ. ഈ ഭരതന്റെ, അതായത് നാഭിയുടെ പുത്രനായ ഋഷഭന്റെ പുത്രനായ ഭരതൻ, ആ ഭരതന്റെ പേരിലാണ് നമ്മൾക്ക് ഭാരതവർഷം എന്ന പേര് ലഭിച്ചത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.